ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. രാവിലെ ഞാൻ പതിവ് പോലെ തന്നെ 4 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഓർത്ത് വന്നാൽ കുറേ നാളൊക്കെ ആയാലും ഒന്നൊരു ചെറിയൊരു ലോങ് വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ പതിവ് പോലെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ വിളക്ക് കൊളുത്തുകയാണ് കേട്ടോ. എനിക്ക് ഞാനിങ്ങനെ 4 മണിക്ക് എഴുന്നേറ്റ് വിളക്കൊക്കെ കൊളുത്തുന്നത് കൊണ്ടിട്ടൊക്കെ പലരും പറയാറുണ്ട് എനിക്ക് ഭയങ്കര അന്ധവിശ്വാസമാണെന്ന്. എനിക്ക് അറിയില്ല, ഇങ്ങനെ രാവിലെ എൻ്റെ ആ ഒരു ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് വിളക്ക് കൊളുത്തുന്നതിലൂടെ കേട്ടോ. വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നതും. പണ്ടൊക്കെ ഞാൻ കുറേ നാൾ മുന്നേയൊക്കെ ഞാനിങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നില്ല, സാധാരണ ഒരു 6 മണിയോടുകൂടിയൊക്കെയാണ് എഴുന്നേറ്റിരുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഏറെ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് എനിക്ക് ആ ഒരു ലൈഫിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇങ്ങനെ 4 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ പറ്റാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും സാമ്പ്രാണിയാണ് കേട്ടോ. അടുക്കളയിലൊക്കെ ഞാനൊന്ന് സാമ്പ്രാണി രാവിലെ തന്നെ, അത് എല്ലാ ദിവസവും ഞാൻ ചെയ്യില്ല, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മാത്രം, ഏതെങ്കിലും ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് എന്തായാലും വെള്ളിയാഴ്ച ഞാൻ ലോങ് വീഡിയോ എടുക്കുന്നത് കൊണ്ടിട്ട് അങ്ങനെ ഒന്ന് സാമ്പ്രാണിയൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് പുകച്ച് അങ്ങനെ ഒന്ന് റെഡിയാക്കിയതാണ് കേട്ടോ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കയറി. വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥന ഒരു 10 മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് അടുക്കളയിൽ കയറുള്ളൂ. കണ്ണന് 7 മണിയാകുമ്പോൾ ബസ് വരും, കോളേജ് ബസ് വരും. അപ്പോൾ അതിനുള്ളിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡിയാക്കണം. അപ്പോൾ അതുകൊണ്ട് 4 മണിക്ക് എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തന്നെ 5 മണി കഴിയും കേട്ടോ. 4 മണിക്ക് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു നേരമാകും. ഞാനൊരു 4:45 വിളക്ക് കൊളുത്തുന്നത്. 5 മണിക്ക് മുന്നേ എങ്ങനെയാണെങ്കിലും ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് തന്നെ ഞാൻ വിളക്ക് കൊളുത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ 5 മണി ഒരു 5:10 5:15 ആയിരിക്കും അടുക്കളയിലൊക്കെ കയറുന്നത്. അപ്പോൾ 7 മണിയാകുമ്പോൾ എന്നാലും എനിക്ക് സമയം തികയാറില്ല കേട്ടോ. എല്ലാം റെഡിയാക്കി വരുമ്പോൾ സമയം തികയില്ല ശരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇഡ്ഡലിയാണ് ആക്കുന്നത്. ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറുണ്ട്. സാമ്പാർ തന്നെയാണ് ലഞ്ചിന് വേണ്ടിയിട്ടും ആക്കുന്നത്. വേറെ കറിയൊന്നും ഇല്ല. സാമ്പാറും ഒരു മുട്ട വറുത്തതും കൂടി ഉണ്ടെങ്കിൽ കണ്ണനും കുഞ്ഞുനും അത് മതി ഉച്ചക്കത്തേക്ക്. അപ്പോൾ ഞാൻ അതും റെഡിയാക്കാമെന്ന് വിചാരിച്ചു. വെജിറ്റബിൾസ് ഞാൻ കൂടുതലും ഇന്ന് ഇഡ്ഡലിയാണല്ലോ, അപ്പോൾ ഇഡ്ഡലി മാവിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ബീൻസും കുറച്ച് ക്യാരറ്റ് കൂടിയിട്ട് ഒന്ന് മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ഞാൻ അത് മാവിലേക്ക് ഇട്ടിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമൊക്കെ കണ്ണമ്മോനാണെങ്കിലും കുഞ്ഞുമാണെങ്കിലും വെജിറ്റബിൾസ് കഴിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെയാണ് ചെയ്ത് കൊടുക്കാറ്. ഇങ്ങനെ വെജിറ്റബിൾസ് അല്ലാണ്ട് അവരറിയാണ്ട് ഇപ്പോൾ റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഫ്രൈഡ് റൈസ് പോലെയൊക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ദോശമാവിലൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ ചേർത്താവുമ്പോൾ അവർ കഴിച്ചോളും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കുറച്ച് വെള്ളം, ചായയൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ മാവിൽ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇഡ്ഡലിയാക്കി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ആ ഇഡ്ഡലിക്ക് കറിയുടെ ആവശ്യം തന്നെ ഇല്ല, ചമ്മന്തി എന്തെങ്കിലും ഒരു ഇത് മതി കേട്ടോ ശരിക്കും അതിൻ്റെ കൂടെ. അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുഞ്ഞുവിനും ഭയങ്കര ഇഷ്ടമാണ്, കണ്ണനും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. ശ്യാമിന് വലിയ ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ആൾ പറയും, പിന്നെ കുട്ടികൾക്ക് അത് ഇഷ്ടമായതുകൊണ്ടിട്ട് ആളത് കഴിച്ചോളും. എങ്കിലും ശ്യാമിന് നോർമൽ സാധാരണ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയാണ് ഇഷ്ടം. അപ്പം എനിക്കിതാണ് കേട്ടോ ഇഷ്ടം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്. പിന്നെ ഞാൻ ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കുന്നത് ഞാനും കണ്ണനും മാത്രമേ ചായ കുടിയുള്ളൂ. കുഞ്ഞും ശ്യാമും ചായ കുടിക്കാറില്ല. പിന്നെ അതുകൊണ്ട് ഞാനിപ്പോൾ അവർക്കുള്ള ചായ എനിക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നേരത്തെയൊക്കെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കുമായിരുന്നു, ഇപ്പോൾ അതില്ല. പിന്നെ ചമ്മന്തിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ചമ്മന്തി താളിച്ച് അതും ഒക്കെ ചെയ്തു. പെട്ടെന്നാണ് കേട്ടോ സമയം പോകുന്നത്. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെ സമയം പോകുന്നുള്ളത് ഒരു പിടുത്തവും കിട്ടില്ല. അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കാണെങ്കിൽ ഭയങ്കര ശരിക്കും 4 മണിക്ക് എഴുന്നേൽക്കുന്നത് അവർക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. പക്ഷേ രാത്രിയിൽ നേരത്തെ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കണം കേട്ടോ. ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് ഒട്ടും ഉറക്കം കിട്ടില്ല. കാര്യം 8:30 4 മണിക്ക് എഴുന്നേറ്റ് കണ്ണനെ 7 മണിക്ക് വിട്ട് പിന്നെ നമ്മളുടെ അലക്കൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് ഒരു 8:30 കൂടിയിട്ട് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വന്ന് കയറുന്നത് ഒരു 7 മണി, രാത്രി ഒരു 7 മണിയാകുമ്പോഴാണ് വരുന്നത്. പിന്നെ രാത്രിയിൽ നമ്മൾ അടുക്കളയിലുള്ള രാത്രിയിലത്തെ ഫുഡിനുള്ള കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കുട്ടികളുടെ പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുന്നത് ഒരു 11:30 12 മണിയോട് അടുപ്പിച്ചാണ്. കുറച്ച് നേരം നമ്മൾ ഫോണും ഒക്കെ നോക്കുമല്ലോ, മനുഷ്യരല്ലേ, അപ്പോൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റൊക്കെ വേണ്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ അതുമൊക്കെ നോക്കിയിട്ട് ഞാൻ കിടക്കുമ്പോൾ ഒരു നേരമാകുമായിരുന്നു. അപ്പോൾ എനിക്ക് ഉറക്കം ഒട്ടും ശരിയാകില്ല. ഞാൻ ആകെ ക്ഷീണിച്ച് അവശതയായിട്ടോ. എനിക്ക് എല്ലാം കൊണ്ട് പറ്റുന്നില്ല. ചിലർക്ക് അപ്പോൾ എന്നെ എല്ലാവരും വഴക്കുറയും, നീ എന്തിനാണ് ഇത്രയും ഇത് ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ കറി വെച്ചാൽ പോരെ എന്നൊക്കെ പറയും. എൻ്റെ വീട്ടിലൊക്കെ എല്ലാവരും പറയും. പക്ഷേ എനിക്കെന്തോ കറികളൊക്കെ എനിക്ക് കുട്ടികൾക്ക് വൈകുന്നേരമൊക്കെ ആണെങ്കിലും എനിക്ക് എന്തെങ്കിലും നല്ല രീതിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉള്ളതുകൊണ്ടിട്ടാണ് ഉറക്കം നിന്നാണെങ്കിലും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞുവിനൊക്കെ ഞാൻ ലഞ്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. സാമ്പാറും മുട്ട വറുത്തതും കേട്ടോ, വേറെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല.
ഇന്നാണെങ്കിൽ എനിക്ക് ശ്യാമിനൊന്ന് പുറത്ത് പോവുകയും വേണം, കണ്ണൻ്റെ കോളേജിൽ പോകണം. അപ്പോൾ കണ്ണൻ രാവിലെ തന്നെ പൊക്കോളും, ഞങ്ങൾ കുഞ്ഞുവിനെ സ്കൂളിലാക്കിയിട്ട് അതുവഴി കോളേജിലും പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഉണ്ടാക്കാതിരുന്നത് കേട്ടോ. കണ്ണന് എക്സാം ഫീസ് കാര്യങ്ങളൊക്കെ അത് കണ്ണൻ കുറച്ച് നാൾ ലീവൊക്കെ എടുക്കേണ്ടി വന്നിരുന്നു. കാലിൻ്റെ കുറച്ച് വയ്യായി കൊണ്ടിട്ട് ലീവൊക്കെ എടുത്തപ്പം അതിനൊരു കണ്ടോണേഷൻ ഫീയോ അങ്ങനെ എന്തോ ഒരു ഇത് അടയ്ക്കണം എന്ന് പറഞ്ഞു. അതാണെങ്കിൽ പാരൻസ് ചെന്നിട്ട് വേണം. അപ്പോൾ അത് അടയ്ക്കാൻ വേണ്ടി ഏതായാലും ഞാനും വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു 7 മണിയോട് കൂടിയിട്ട് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. ഞാൻ അടുക്കളയൊക്കെ ക്ലീനാക്കി എല്ലാം വൃത്തിയാക്കിയൊക്കെ ഇട്ടു. പിന്നെ ഉച്ചയ്ക്കത്തേക്കാണെങ്കിൽ ഞങ്ങൾ ഉച്ചയൊക്കെ ആകുമ്പോൾ ഞാൻ ശ്യാമും എത്തും. അപ്പോൾ അന്നേരത്തേക്ക് വേണ്ടിയിട്ട് മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ. അപ്പോൾ ഞാൻ അതും ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ഞങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും മതിയല്ലോ. അപ്പോൾ അതും പിന്നെ അടുക്കളയിലുള്ള പണികളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇന്നത്തെ വീഡിയോ. നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം.